വന്നിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഇപ്പോൾ ഒരു കഥകളി വരയ്ക്കുന്നേ എന്ന് ചിന്തിക്കുന്നവരോട് നമുക്കങ്ങനെ കഥകളി വരയ്ക്കാൻ ഓണവും കാലമൊന്നും ഇല്ല, അങ്ങോട്ട് വരയ്ക്കന്നെ. കഥകളി വരയ്ക്കാൻ ആവേശമൊത്ത് പ്രാന്തായി എനിക്ക് തുടങ്ങി വെച്ചത് പുലിവാലായല്ലോ എന്ന് ചിന്തിക്കേണ്ട അവസ്ഥ വന്നു എന്ന് വേണമെങ്കിൽ പറയാലോ. എങ്കിലും ഫൈനൽ ലുക്ക് അടിപൊളി ആയോ എന്ന് ചോദിച്ചാൽ ആയെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അടിപൊളിയാക്കാൻ മാത്രം മുഴുവനായിട്ടും വരച്ചെടുത്തിട്ടില്ല. ഒരു പെൻസിൽ വരച്ചൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് മായ്ക്കാനെങ്കിലും പറ്റും. ഇതിപ്പോൾ കളർ വെച്ചിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം എങ്ങോട്ട് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അങ്ങനെ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഞാൻ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ പോയവനെ ചെറിയാൻ പോയി എന്ന് പറഞ്ഞ പോലെ എനിക്കൊരു മുട്ടം പണി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാലോ. ആ ലിപ്പ് കൊടുത്തതിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ നോക്കുന്ന ടൈമിൽ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ ക്ഷമയുടെ നെല്ലിപ്പല കയറിയിട്ടാണ് നമ്മൾ ഇത്രയെങ്കിലും വരച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനൊരു പണിയും കൂടെ കിട്ടിയപ്പോൾ എന്താ പറയാന്നുള്ള അവസ്ഥയായിപ്പോയി. ഇനിയിപ്പം ഇതിലേത് നവരസം ഞാൻ വരച്ചതെന്ന് ചോദിച്ച് ആരും വരണ്ട കേട്ടോ. അപ്പോൾ ഇഷ്ടമായി വെച്ചാൽ ഒരു ലൈക്കൊക്കെ തന്നൂടെ.